രാജ്യത്തെല്ലാവരെയും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടാവണ്ടേ? എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കേന്ദ്ര ബഡ്ജറ്റ് നിരാശാജനകമാണെന്ന് മാത്രമല്ല, വളരെ 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 ബാലിശമായൊരു സമീപനമാണ് ഈ ഗവൺമെൻറ് സാധാരണക്കാരനോട് കാണിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഏതാണ്ട് 10 വർഷക്കാലത്തേക്ക് ഒരു ഗവൺമെൻറ് വന്നിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഉണ്ടാകും. ടെക്സ്റ്റൈൽ മേഖലയിൽ എത്ര കമ്പനികളാണ് അടഞ്ഞു കിടക്കുന്നത്? നാമമാത്രമായ കമ്പനികൾ പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ടൂറിസം മേഖല, അനന്തമായ സാധ്യതയുള്ള ടൂറിസം മേഖല, KTDCയിലെ കോൺട്രാക്ട് തൊഴിലാളികളിൽ ആരാ ഉള്ളത്? അന്തർദേശീയ തലങ്ങളിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ ഗവൺമെന്റിന്റെ ഹോട്ടലുകൾ വന്ന് താമസിക്കുമ്പോൾ അവിടെ 3000 രൂപ കൊടുക്കുന്ന കുട്ടികൾ വന്ന് ആഹാരം കൊടുക്കുന്ന സ്ഥിതി വരുന്നു. അതിനാവശ്യമായ സ്ഥിരം തൊഴിൽ ജീവനക്കാരെ നിയമിക്കണ്ടേ? KSRTCയുടെ സ്ഥിതി എന്താണ്? ഒരു പുതിയ മന്ത്രി വന്നു, വലിയ പ്രതീക്ഷയോടുകൂടി INTUC കാണുകയാണ്. തീർച്ചയായും അവിടെ നന്മ വരും എന്ന് ഞാൻ കരുതുന്നു. KSRTC രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ജനകീയമായൊരു യാത്രാ സംവിധാനമാണ്. അത് കേവലം ലാഭം മാത്രം നടത്തുന്ന ഒരു യാത്രാ സംവിധാനമാകരുത്. ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ചില വണ്ടികൾ രാത്രി 10 മണി കഴിഞ്ഞ് സർവീസ് നടത്താൻ KSRTCക്കേ കഴിയൂ. അതൊക്കെ പുതിയ മന്ത്രിയുടെ മനസ്സിലുണ്ടാകണം. KSRTCയിലെ ജീവനക്കാർ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി അനുഭവിച്ച കെടുതികൾ, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവർ ജോലി ചെയ്യുന്നില്ല എങ്കിൽ അവരെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിക്കാൻ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. അവരുടെ പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്ന മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് ശമ്പളം കൊടുക്കില്ല. അവരല്ല ഈ KSRTCയിലെ ജീവനക്കാർ മൊത്തം ഈ നാടിൻ്റെ വലിയ ബാധ്യതയാണ്, ഭാരമാണ്, ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്നാക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷം പരമദയനീയവും തന്നെയാണ്. KSRTCയെ രക്ഷിക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണം. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. നമ്മളൊക്കെ അത്ഭുതപ്പെടുകയാണ്. UDFന്റെ സമയത്ത് ഒരു പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് കറണ്ട് വാങ്ങിക്കുന്ന ഒരു എഗ്രിമെന്റ്. അത് നീണ്ടു പോകുന്ന എഗ്രിമെന്റുകളാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ആദ്യത്തെ ഗവൺമെന്റ് സഖാവ് എണ്ണം മണിയിരിക്കുമ്പോൾ ആ എഗ്രിമെന്റിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അതിനുശേഷം ഇപ്പോൾ പവർ പർച്ചേസ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തതിൻ്റെ എന്താണ് ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുപറ്റി 9 രൂപ മുതൽ 15 രൂപ വരെ വില കൊടുക്കേണ്ടി വരുന്നു? ഇതിന്റെ ഭാരം ആർക്കാണ്? ഉപഭോക്താവിനല്ലേ? ഇലക്ട്രിസിറ്റി ബോർഡിൽ ടോട്ടസ് മോഡലില് കേന്ദ്ര ഗവൺമെന്റ് ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. സ്മാർട്ട് മീറ്റർ ഫിറ്റ് ചെയ്യുക. സ്മാർട്ട് മീറ്റർ ഫിറ്റ് ചെയ്താൽ ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ശക്തമായി എതിർത്തു. CITയും INTUCയും ശക്തമായി നിന്നുകൊണ്ട് എതിർത്തു. 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് സമ്പൂർണ്ണമായി ഗ്യാരണ്ടി ചെയ്യണം, ഫ്രീ ആണ്. അത് കേന്ദ്ര പദ്ധതി അംഗീകരിക്കുന്നില്ല എന്നാണ് വാദം. ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോടും നമ്മൾ പറഞ്ഞു, ആ പരിഷ്കാരമൊന്നും കേരളത്തിൽ വേണ്ട. കേരളത്തിൽ മിനിറ്റ് വെച്ച് പ്രൈവറ്റുകാരന് കണക്ക് കൂട്ടാനുള്ള ഒരു മേഖലയായി നമ്മുടെ വൈദ്യുതി മേഖല മാറാൻ പാടില്ല. ശക്തമായി നമ്മൾ എതിർത്തു. ഇളമരം കരീമും ഞാനും കാനൻ രാജേന്ദ്രനും ഞങ്ങൾ എതിർത്തു. അത് നമുക്ക് കൂടിയാലോചനകളിൽ കൂടി വേണ്ടുന്ന പരിഷ്കാരങ്ങൾ വരുത്തണമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ നിലപാട്. അവിടെയും വേക്കൻസികളുണ്ട്, എടുക്കുന്നില്ല. ലൈനിൽ പോയി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നിരന്തരം മരിച്ചു വീഴുകയാണ്. അപകടം പറ്റുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് എന്തായിരിക്കണം നമ്മുടെ ഒരു സർക്കാരിന്റെ സമീപനം? വാട്ടർ അതോറിറ്റി, നമ്മുടെ ആഹാരമില്ലെങ്കിൽ പോലും കൃത്യമായി ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ, ഈ പരിഷ്കൃത കേരളത്തിൽ വേണ്ടേ? കുടിവെള്ളം പോകുന്ന പൈപ്പ് ലൈനുകൾ എത്രയോ കാലം പഴക്കമുള്ളതാണ്. അതിന് മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ? ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ കഴിയുന്നുണ്ടോ?
വാട്ടർ അതോറിറ്റിയിലെ സ്ഥിതി അതാണ്, പരമദയനീയമാണ്. എന്നും സമരങ്ങളിലേക്കാണ് അവർ പോകുന്നത്. KTDC ഞാൻ പറഞ്ഞു, കോൺട്രാക്ട് തൊഴിലാളികൾ കേന്ദ്രമായി KTDC മാറുന്നു. ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. കാരണം എന്താ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന സെക്രട്ടറികളിലിരിക്കുന്ന 5-6 ക്ലർക്കന്മാരാണ്. എന്തൊരു ഗതികേടാണ്. മിൽമയുടെ MOUയോടെ പോയിട്ട് 9 മാസമാകുന്നു. മിൽമ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് സർക്കാരിന്റെ 1 രൂപ കൊടുക്കുന്നില്ല. മിൽമയുടെ ശമ്പള വർധന നടപ്പാക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ക്ലർക്ക് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ ശമ്പളമുള്ള ഒരാളിന്റെ കാര്യം അവർ തീരുമാനിക്കത്തില്ല. മിൽമ എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിക്കുന്ന വേദനകൾ, അതിനുണ്ടായിട്ടുള്ള ഡാമേജ്, മിൽമ എന്ന പരിപാവനമായ സ്ഥാപനത്തിന്, സഹകരണ സ്ഥാപനത്തിന് വരുത്തിവെച്ച കെടുതികൾ, അതിനെ സാധൂകരിക്കാൻ നടത്തുന്ന നിയമപരമായ യുദ്ധങ്ങൾ, അതിനുവേണ്ടി ചെലവാക്കുന്ന കോടികൾ, സ്വാധീനം ചെലുത്താനുള്ള എല്ലാ വഴികളും, തെരഞ്ഞെടുക്കപ്പെട്ട് ജയിച്ചു വന്നാലും അവർക്ക് അധികാരം കൊടുക്കാത്ത സ്ഥിതി, ഓരോ ക്ഷീര കർഷകനോടും ചെയ്യുന്ന കടുത്ത ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. കേന്ദ്ര ഗവൺമെന്റിനോട് പോലെ തന്നെ ഇതെല്ലാം സമഗ്രാധിപത്യം എടുക്കാൻ, അവർക്ക് പിന്തുണയില്ലാത്ത മേഖലകൾ കൂടി കൂട്ടിപ്പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. അതൊരു കടംവെട്ടിന്റെ ശ്രമമാണ്. ഒരു തരത്തിലും നമുക്ക് അങ്ങനെയുള്ള നിലപാടുകളുടെ യോജിക്കാൻ കഴിയുന്നില്ല. അംഗനവാടി ആശാ ജീവനക്കാരെ ഞാൻ പറഞ്ഞു, സ്കൂൾ പാചക തൊഴിലാളി, അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ആശാ വർക്കർമാർക്ക്, NHM ജീവനക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം വന്ന് ഇപ്പോഴും 10,000 കോടി രൂപ കൊണ്ട് ബഡ്ജറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടും കേരള ഗവൺമെന്റ് പറയുന്നത് കാശ് കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല. NHM ജീവനക്കാരോട് അവർക്കൊക്കെ ഏറ്റവും കുറഞ്ഞത് 21,000 രൂപ കൊടുത്ത് 21,000 രൂപയെങ്കിലും ഉള്ള ശമ്പളഘടനയുണ്ടാക്കി കേരള ഗവൺമെന്റ് സ്ഥിരം ജീവനക്കാരാക്കണം. ഇത് എത്ര കാലം അവരിങ്ങനെ പോകാൻ പറ്റും? അവർക്ക് സാമൂഹ്യ സുരക്ഷ വേണ്ടേ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടേ? അവർക്ക് ന്യായമായൊരു വീട് വേണ്ടേ? അവർക്കൊരു ആരോഗ്യ പരിപാലനം വേണ്ടേ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൃത്യമായി കിട്ടേണ്ടേ? അവർ മനുഷ്യജീവികളല്ലേ? ആശാപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? കോവിഡ് കാലത്ത് സ്വന്തക്കാർ പോലും നോക്കാത്തപ്പോൾ മതിലിയാടി കടന്ന് ആശാവർക്കർമാർ ജോലി ചെയ്തില്ലേ? ഈ ഗവൺമെന്റിന്റെ ആളുകൾക്ക് എന്തു പറ്റി? അവരുടെ മേലിൽ കൂടുതൽ തൊഴിൽ ഭാരം വെച്ചു കൊടുക്കുകയാണ്. 6,000 രൂപ അലവൻസ് കൊടുത്തിട്ട് നാട്ടിലുള്ള മുഴുവൻ ജോലി ആശാപ്രവർത്തകരുടെ പുറത്തേക്ക് വെച്ചു കൊടുക്കാൻ അവർ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഭീഷണിയാണ്, പിരിച്ചുവിടും. അംഗനവാടിയുടെ സമരം ഞാൻ തിരുവനന്തപുരത്ത് അംഗനവാടി ഡയറക്ടറേറ്റ് മുമ്പിൽ നടത്തി. കറുത്ത വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ INTUCയുടെ യൂണിയൻ സമരം നടത്തി. അത്തരം വലിയ സമരങ്ങൾ നടത്തിയിട്ടും എവിടെയെങ്കിലും ഒരു നിവേദനം കൊടുത്തെന്നും പറഞ്ഞ് ആരെങ്കിലും പേപ്പർ കാണിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ മതിയോ? അംഗനവാടിയും ആശാ വർക്കർമാരും NHM ജീവനക്കാർക്കും സ്കൂൾ പാചക തൊഴിലാളികൾ, ഈ രാജ്യത്ത് ഏറ്റവും അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അരി വെച്ച് കൊടുക്കുന്ന, ആഹാരം കൊടുക്കുന്നവർ, അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? പരമ്പരാഗത തൊഴിൽ മേഖല, കയറ്, കശുവണ്ടി എല്ലാം. കശുവണ്ടി മേഖലയിൽ ഞാൻ കാർഷിക കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. ആ തൊഴിലാളികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണം ഗവൺമെന്റ്. അതാണ് പരമ്പരാഗത വ്യവസായ മേഖല. അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിനെ കൃത്യമായി സർക്കാർ സംവിധാനത്തിൽ സംരക്ഷിക്കണം. അതിനകത്ത് കുറെ കള്ളന്മാരെ കയറ്റിവിട്ടിട്ട് അവർ പരിശോധന നടത്താൻ നടക്കുന്ന പോലെ അവർ ഓരോ കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ? കശുവണ്ടി മേഖല തകർന്നു. 500ഓളം കമ്പനികൾ അടഞ്ഞു കിടക്കുന്നു. അവിടെ ഒരു കാർഷിക ബോർഡ് ഉണ്ടാക്കി, ശുദ്ധ അബദ്ധം. അത് വീണ്ടും 20% കോസ്റ്റ് കൂട്ടി. അടിയന്തരമായി കാർഷിക ബോർഡൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു. അതൊരു തെറ്റായ നിലപാടാണ്. കയർ മേഖലയിൽ ആളുകളുടെ സ്ഥിതി എന്താ? ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ആ മേഖലയ്ക്ക് ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുണ്ട്, മറന്നുകൊണ്ട് പറയുന്നില്ല. അടൂർ പ്രകാശ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായി താല്പര്യമെടുത്തുകൊണ്ടാണ് കയർ മേഖലയെ സംരക്ഷിച്ച് കൂടെ നിർത്താൻ ശ്രമിച്ചത്. ലോകോത്തര നിലവാരമുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കയറ്, കശുവണ്ടി, കൈത്തറി മേഖലകൾ, ഈറ്റ, കാട്ടുവള്ളി, പനമ്പ് മേഖലകൾ,
ബാംബു കോർപ്പറേഷൻ ഒരു സ്ഥാപനം ഇന്ന് എന്തായെന്ന് ആരന്വേഷിക്കുന്നു? അവിടെ ജോലി നടക്കുന്നുണ്ടോ? അവിടുത്തെ എന്താണ് പ്രശ്നം? ഇത്തരം കാര്യങ്ങളൊക്കെ പരമ്പരാഗത വ്യവസായ മേഖലകളെ തകർക്കുന്നു. മത്സ്യമേഖലയിൽ, മത്സ്യവിപണന മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ, കടലൊഴിച്ചുള്ള മേഖലകളിലെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ആര് നോക്കുന്നു? എത്രമാത്രം നിരാശയിലാണ് അവരൊക്കെ ജീവിക്കുന്ന അറിയാം. സ്വകാര്യ വിദ്യാഭ്യാസ മേഖല ഒരു റൂളുമില്ല, ഒരു നിയമവുമില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നവർ, സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്നവർക്ക് എന്ത് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്? അവർക്കൊരു മിനിമം വേതനം പറയാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയാതെ പോകുന്നു? ആശുപത്രികളിൽ കുറേ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നക്സലൈറ്റ് മോഡൽ സമരം നടത്തിയാൽ മാത്രം ഈ മേഖലയിലെ നഴ്സുമാർ രക്ഷപ്പെടുമോ? വ്യവസ്ഥാപിതമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഗവൺമെന്റുമായി ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്ത് മാനേജ്മെന്റുകളെ അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ആരോഗ്യ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മാലാഖകളായ നഴ്സുമാരടക്കമുള്ളവരെ സംരക്ഷിക്കാൻ ആരോഗ്യ മേഖലയിൽ അടിയന്തരമായി സർക്കാർ സംവിധാനം കൃത്യമായി കൊണ്ടുവരണ്ടേ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 14 ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിതമായോ? അതെല്ലാം ഇല്ലാതാക്കി കളഞ്ഞില്ലേ? കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ധനകാര്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മണി ഔട്ട്ഫ്ലോ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും? അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ പണം മുടക്കി എന്തുമാത്രം വരുമാനം ഉണ്ടാക്കാൻ കഴിയും? ബാംഗ്ലൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഒക്കെ പോകുന്ന കേരളത്തിൻ്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദ്യാഭ്യാസ മേഖലയിലെ പണമൊഴുക്ക് എന്തുകൊണ്ട് ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിനുള്ള നമ്മുടെ മണി ഔട്ട്ഫ്ലോ സേവ് ചെയ്യാൻ കഴിയുന്നില്ല? പണം ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ എന്തുകൊണ്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ടേ? സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ കേട്ട് കേരളത്തിൻ്റെ ധനാഗമ മാർഗങ്ങളിൽ മാറ്റം വരുത്താൻ ഈ ഗവൺമെന്റ് കഴിയണ്ടേ? നിരവധി നിർദ്ദേശങ്ങൾ പറയാൻ INTUC-ക്ക് കഴിയും. ആ നിർദ്ദേശങ്ങൾ കേരളത്തിന് എന്നും ശുഭകരമായി എക്കാലവും മുന്നോട്ട് പോകാൻ കഴിയുന്ന സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് പോകുന്നത്. വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാം പുറവാതിൽ കൂടി സ്വന്തക്കാരെ, രാഷ്ട്രീയക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു പാർട്ട് ടൈം സ്വീപ്പറെ പോലും ഒരാളും പറഞ്ഞാൽ കൊടുക്കില്ല. കേന്ദ്രീകൃതമായി ഇങ്ങനെയുള്ള ഒരു നിലപാട് കേരളത്തിലെടുക്കുമ്പോൾ ഏതാനും ചില ആളുകൾക്ക് സന്തോഷമുണ്ടാകുമെങ്കിലും പൊതുവെ കേരളത്തിലെ സ്ഥിതിയും പരമദയനീയമാണ്. 10 വർഷം ഒരു ഗവൺമെന്റ് നീണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു കാലാവധിയാണ് 10 വർഷം എന്ന് പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെയായി തീരുമ്പോൾ കേരളത്തിലെ INTUC പ്രസ്ഥാനത്തിന് കടുത്ത പ്രതിഷേധമുണ്ട്. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ഐക്യം ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി കർഷക സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചാണ്. അത് ഡിമാൻഡുകൾ ഒന്ന് തന്നെയാണ്. ആ ഡിമാൻഡുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല പ്രതി, സംസ്ഥാന ഗവൺമെന്റുകളും പ്രതികളാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മൾ ഒന്നിച്ച് പോരാടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പോരായ്മകളും നിരവധിയായി ഉണ്ട്. അതും നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സഹകരണ മേഖലയെ പൂർണ്ണമായിട്ടും അടക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയും കാവ്യവൽക്കരണം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ സഹകരണ മേഖല, മഹാരാഷ്ട്രയിലെ സഹകരണ മേഖല, ഓരോ സംസ്ഥാനത്തും വളർന്ന് പന്തലിച്ചു വന്ന സഹകരണ മേഖല ഒരു പാരലൽ സമ്പദ്ഘടനയായി വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ശക്തമായ കാർഷിക മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങൾ, ഓരോ മേഖലയിലുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ, അതൊക്കെ ഈ നാടിൻ്റെ അഭിമാനമായി വലിയൊരു കരുതൽ ധനമായി നിന്നിരുന്ന ഈ കാലത്താണ് സഹകരണ മേഖലയെ പൂർണ്ണമായി തടഞ്ഞു നിർത്താനും തകർക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നയങ്ങൾ, അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാന ഗവൺമെന്റ് നയങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീകരമായൊരു അവസ്ഥ ഇപ്പോൾ കാണുന്നത് വന്യജീവികളുടെ കടന്നുകയറ്റമാണ്.
വന്യജീവികൾ ഉണ്ടാകുന്നതൊന്നും നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല. നമ്മുടെ ജനങ്ങൾക്ക് അത് പ്രിയങ്കരമാണ് തന്നെ. പക്ഷേ കാട്ടിൽ ജീവിക്കേണ്ട വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ തടയേണ്ടത് ആരാണ്? നാട്ടുകാർ വടിയും വാക്കത്തിയുമായി തടയേണ്ടതാണോ? ഒരു കാലഘട്ടം മുഴുവനും വനം പ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി പല രാഷ്ട്രീയ പാർട്ടികളും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വൈദ്യുതി കൊടുത്ത്, റോഡ് കൊടുത്ത്, വെള്ളം കൊടുത്ത്, അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തൊരു കാലം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴവരെല്ലാം ശത്രുക്കളാണ്, അവരെല്ലാം വന്യമൃഗങ്ങളെ പിടിച്ചു നിന്നോട്ടെ എന്ന് പറയാൻ കഴിയുമോ? കഷ്ടമാണ്. ഒരു തരത്തിലും നമുക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. കാട്ടിൽ നിന്നൊരു ചെറിയ ജീവി പോലും പുറത്തിറങ്ങി മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയ്ക്ക്, ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്താൻ പാടില്ല. വയനാട്, ഇടുക്കി ജില്ലകളിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് രാവിലെ മാനന്തവാടിയിൽ കാട്ടാന വന്ന് പട്ടണത്തിന് നടുക്ക് നിൽക്കുകയാണ്. എത്രയോ വീടുകളുടെ മുമ്പിൽ, കുഞ്ഞുങ്ങൾ വളരുന്ന വീടുകളുടെ മുമ്പിൽ പുലിയും പന്നിയും കടുവയും വന്ന് നിൽക്കുന്നു. അബദ്ധത്തിൽ ഒരു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? കാനന മേഖലകളിലെ ജീവികളെ അവിടെ തന്നെ നിലനിർത്താൻ കഴിയുന്ന, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന അടിയന്തരമായ നിലപാട് ഈ ഗവൺമെന്റ് കൈക്കൊള്ളണം. അതിന് ഫോറസ്റ്റുകാർ വേണം, അതിന് പോലീസുകാർ വേണം, അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ വേണം, ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാൻ കഴിയണം, അതിന് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിനൊക്കെ പണം മുടക്കിയേ പറ്റൂ. ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റ് എന്ത് പറയാൻ കഴിയും? വലിയ ആശങ്കയിലാണ് വയനാട്ടിലും ഇടുക്കിയിലുമുള്ള ആളുകൾ ജീവിക്കുന്നത്. ഗവൺമെന്റ് കണ്ണു തുറക്കണം. ബഹുമാന്യനെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് എവിടെ നിന്നായാലും അതിനാവശ്യമായ പണം മുടക്കിക്കൊണ്ട് വന്യജീവികളെ അവിടെ തടഞ്ഞു നിർത്താനും, കാനന പ്രദേശങ്ങളിൽ അവർക്ക് കുടിവെള്ളം കൊടുക്കാനും. പണ്ടൊക്കെ കാനന ചോലകളിൽ കുടിവെള്ളം ഉണ്ടായിരുന്നു എക്കാലത്ത്. ഇപ്പോൾ നമ്മുടെ കുടിവെള്ളം അവിടുന്ന് വറ്റിപ്പോകുന്നു. കാട്ടിലെ ജീവികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, ആഹാരം കിട്ടുന്നില്ല. അവർ നാട്ടിലേക്ക് ഇറങ്ങും, അവർ കൃഷി നശിപ്പിക്കും, അവർ വെള്ളമുള്ളിടത്തേക്ക് ഇറങ്ങി വരും, അവരതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന മനുഷ്യരെ ഉപദ്രവിക്കും. ഇത് തടഞ്ഞു നിർത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തനം തന്നെയാണ്. INDC ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ജനാധിപത്യ ബോധമുള്ള, രാജ്യസ്നേഹമുള്ള, മതേതര സ്വഭാവമുള്ള തൊഴിലാളി സംഘമാണ്. ആരാണ് INDC ഉണ്ടാക്കിയത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് 1915 കടന്നു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമരങ്ങളിലേക്കാണ് ഇറങ്ങിയത്. 1917 ചമ്പാരൻ സമരം. അതിനുശേഷം അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞു: ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സമര പോരാട്ടം വിജയിക്കണമെങ്കിൽ ആ സമരത്തിൽ തൊഴിലെടുക്കുന്ന നല്ല പേശി ബലമുള്ള തൊഴിലാളികൾ ഉണ്ടാകണമെന്ന് കണ്ടുപിടിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മേഖലകൾ ഉണ്ടാക്കിയപ്പോൾ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പുരോഗതികളാണ് കൊണ്ടുവന്നത്. പടിപടിയായി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും കാലാകാലങ്ങളിൽ ശമ്പള വർധനവ് ചർച്ച നടത്തുകയും പൊതുമേഖലകൾ വരികയും കൂടിയാലോചന സമിതികൾ വരികയും ഇന്ത്യൻ ലേബർ കോൺഫറൻസ് പോലെ ഒരു വർഷത്തിലൊരിക്കൽ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റും ഗവൺമെന്റും പ്രധാനമന്ത്രി അടക്കം ഇരുന്ന് രാജ്യത്തിന്റെ തൊഴിലെടുക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കാനും ഒക്കെ ശ്രമിച്ചത് നല്ലതുപോലെ ഓർമ്മയുള്ള വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അത്തരം ILC-കളിലൊക്കെ നിരവധി പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ള ആളാണ്. നിരവധി പ്രധാനമന്ത്രിമാരുമായി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ചർച്ച നടത്താൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നട്ടെല്ലും കരുത്തും കൃത്യമായ വോട്ട് ബാങ്കും തൊഴിലാളികൾ തന്നെയാണ്. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞ്
പതുക്കെ പതുക്കെ ഈ തൊഴിലാളി സംഘടനകളുടെ പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ്, അവരുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവയർനെസ് പിന്നീട് കുറഞ്ഞു വന്നു. INTUC ആരുടെയും പിറകെ പോയി അവസരങ്ങൾ ചോദിക്കുന്നവരാകരുത്. കഴിഞ്ഞ 36 വർഷമായി കേരള സംസ്ഥാനത്തിലെ INTUC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അതിൻ്റെ നിരവധി പ്രവർത്തകന്മാർ, പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ആയിരക്കണക്കിന് തൊഴിലാളികൾ കൂടെയുള്ളവർ, അവരുടെ കുടുംബാംഗങ്ങൾ കൂടെയുള്ളവർ എവിടെയെങ്കിലുമൊക്കെ പരിഗണന കിട്ടിയിട്ടുണ്ടോ, സംഘടനാപരമായി പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് വലിയ ആശങ്കയും വലിയ ചോദ്യവും വലിയ വിമർശനവും INTUCയുടെ തൊഴിലാളി പ്രവർത്തന രംഗത്ത് കടന്നു വരികയാണ്. പലപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത്തരം ആവശ്യങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ അതിൻ്റെതായ സാഹചര്യങ്ങളിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു K. കരുണാകരൻ INTUCയുടെ സ്ഥാപക നേതാവായിരുന്നു. BK നായർ INTUCയുടെ സ്ഥാപക നേതാവായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ രണ്ടുപേരെയും തൊഴിലാളി പ്രവർത്തന മേഖലയിൽ പഠനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തു വിട്ടവരാണ്. മഹാനായ CM സ്റ്റീഫൻ തൊഴിലാളി പ്രവർത്തകനായിരുന്നു, കരുത്തനായിരുന്നു. VP മരക്കാർ, സുരേഷ് ബാബു അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ, ഓരോ ജില്ലകളിലുമുള്ള ജില്ലാ INTUC പ്രസിഡന്റുമാർ, ഫെഡറേഷനുകളുടെ പ്രസിഡന്റുമാർ, ഒരു നിയോജകമണ്ഡലമാണ് INTUCയുടെ റീജിയണൽ കമ്മിറ്റി, റീജിയണൽ പ്രസിഡന്റുമാർ, ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിലും പഞ്ചായത്തിലും വാർഡുകളിലും ഒക്കെ കർമ്മസേനകൾ പോലുമുള്ള ഇന്നത്തെ കേരള സംസ്ഥാന INTUCയുടെ മണ്ഡലം സമ്മേളനങ്ങൾ, റീജിയണൽ സമ്മേളനങ്ങൾ, ജില്ലാ റാലികൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ജില്ലാ റാലികൾ, ഏറ്റവും വലിയ തൊഴിലാളി പങ്കാളിത്തത്തോടെ നടത്തിയ സംസ്ഥാന റാലി, ഇത്തരമൊരു തൊഴിലാളി സംഘടനയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന വേദികളിൽ തീർച്ചയായും അവരുടെ പ്രതിനിധികൾ ഉണ്ടാകണം. ആരെങ്കിലും പോയാൽ പോരാ. അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി INTUC ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്നും ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങളിൽ മഹാനായ ഈ രാജ്യത്തിൻ്റെ പിതാവ് മഹാത്മാഗാന്ധിയെ, രാജ്യത്തിൻ്റെ ശില്പിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ, ലോകത്ത് ശക്തിയുടെ പര്യായമായ ആരുടെ മുമ്പിലും തോൽക്കാത്ത, ഇപ്പൊ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നത് ലോകം കണ്ട ഏറ്റവും ശക്തനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാനെ നോക്കി കണ്ണുരുട്ടി കാണിക്കൂ എന്നൊക്കെയാണ് അത് പറയുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ 80,000 പാകിസ്ഥാൻ പട്ടാളക്കാർ ആയുധം വെച്ച് ഇന്ദിരാ പ്രിയദർശിയുടെ മുമ്പിൽ കീഴടങ്ങിയ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടി ഈ കാലഘട്ടത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ അതേപോലെ തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. ജനാധിപത്യത്തിൽ പ്രായപൂർത്തി വോട്ടവകാശമാണ്. ആ ജനാധിപത്യത്തിൻ്റെ പ്രായപൂർത്തി വോട്ടവകാശം കൃത്യമായി നിർവചിക്കാൻ നമുക്ക് കഴിയണം. തൊഴിലാളികളുടെ ശബ്ദം തിരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ മുഴങ്ങണം. അവരെ പറയാൻ അറിയുന്നവർ വേണം. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ കഴിവുകളുമുള്ളവർ കടന്നു വരണം. അതൊരു സംസ്ഥാന പ്രസിഡന്റോ ഒരു ജില്ലാ പ്രസിഡന്റോ മാത്രമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മബലം പകരാൻ കഴിയുന്ന തൊഴിലാളി സംഘടനയാണ് INTUC എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നാളെ INTUCയുടെ ജില്ലാ പ്രസിഡന്റുമാരും 14 ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും വീണ്ടും യോഗം ചേരുന്നു. നിരവധി ക്യാമ്പുകളിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കടന്നു വരുന്ന വേദികളിൽ ഈ പ്രസ്ഥാനം വളരെ വളരെ ഊർജ്ജസ്വലമാണ്, വളരെ ശക്തമാണ്, വളരെ സുസംഘടിതമാണ്, സിസ്റ്റമാറ്റിക് ആണെന്ന് പറയുമ്പോൾ നാളത്തെ യോഗത്തിൽ INTUCയുടെ 2024 തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ കൃത്യമായ നിലപാടുകൾ ആലോചിക്കും. അത് ഈ ഒരു സന്ദേശത്തിൽ തീർച്ചയായും എൻ്റെ
അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും തോന്നിയാൽ ക്ഷമിക്കുക. ജീവിതകാലം മുഴുവനും INTUC-യുടെ സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകുന്ന ആയിരക്കണക്കിന് ആളുകളെ ഓർമ്മയുള്ള, അവരുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതെൻ്റെ കടമയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം എൻ്റെ വർത്തമാനം കേൾക്കാൻ സന്മനസ് കാണിച്ച നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന എൻ്റെ ആത്മമിത്രങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും നല്ലൊരു കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.